ഹായ് ഫ്രണ്ട്സ്, തേങ്ങ അരയ്ക്കാതെ കുറേ മോരുകറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വീട്ടിൽ നിന്ന് മാറി ഇന്ന് ജോലിക്ക് പോകുന്ന സ്വന്തമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആൺകുട്ടികളാണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഇങ്ങനെ തേങ്ങ അരയ്ക്കാത്ത മോരുകറി നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മോരുകറി കൂട്ടണമെന്ന് തോന്നുവാണെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചീനിച്ചട്ടിയോ അതല്ലെങ്കിൽ മൺചട്ടിയോ നിങ്ങളുടെ കയ്യിൽ ഏതാണോ പാത്രം ഉള്ളത് അത് അടുപ്പത്ത് വെക്കുക. അതിനുശേഷം വെളിച്ചെണ്ണയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും, അതല്ല സൺഫ്ലവർ ഓയിലാണെങ്കിൽ അത് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പം അതിലേക്ക് കുറച്ച് ഉലുവയും കൂടെ ചേർക്കുക. ഉലുവപ്പൊടിയല്ല, മുഴുവനുമായിട്ടുള്ള ഉലുവയുണ്ടല്ലോ, അത് കുറച്ച് ചേർക്കുക. കടുകും ഉലുവയും പൊട്ടിക്കഴിഞ്ഞാൽ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. അതിനുശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം കറിവേപ്പില ഇടാത്തത് കറിവേപ്പില പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. ഇപ്പോൾ കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു കഷ്ണം സവോള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. സവോളയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാൻ ഒരു അരമുറി സവോളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ഒരു തേങ്ങയില്ലാത്ത മോരുകറി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഒരു ദിവസം മോരുകറി കൂട്ടണമെന്ന് തോന്നുവാണ്, പക്ഷെ നമ്മുടെ കയ്യിൽ തേങ്ങയില്ല. നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. തേങ്ങ അരച്ച് വെക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ്, ഇതിന് മറ്റൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളകോ അതുമല്ലെങ്കിൽ പച്ചമുളകോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് എത്രയാണ് എരിവ് ആവശ്യം അതനുസരിച്ച് നമ്മൾ ഇതിലേക്ക് വറ്റൽമുളകോ അതല്ലെങ്കിൽ പച്ചമുളകോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ചേർത്ത പച്ചമുളകോ അല്ലെങ്കിൽ വറ്റൽമുളകോ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ സമയം അത്രയും നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള മോര് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പൊക്കെ ഉണ്ടോ, ഉപ്പും മുളകൊക്കെ കറക്റ്റാണെന്നൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതങ്ങ് ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോര് കറി പെരുത്തു പോകും. അതുകൊണ്ട് ഒരുപാട് തിള വരാതെ ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ മോരുകറി മാറ്റി വെക്കുക, അല്ലെങ്കിൽ അങ്ങ് പെരുത്ത് പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേനും ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട് സ്റ്റവ്. മോര് ഒഴിച്ച് കഴിഞ്ഞാണ് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടത്. മോര് ഒരുപാട് അങ്ങ് ചൂടാവരുത്. അങ്ങനെ ചൂടായിട്ടുണ്ടെങ്കിൽ പെരുത്ത് പോകും. അങ്ങനെ പെരുത്ത് പോയാൽ നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോവും. അപ്പോൾ ഈ ഒരു മോരുകറി എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് മോരുകറിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മോരുകറിയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ പച്ചക്ക ചേർത്ത് ഉണ്ടാക്കാം, വെള്ളരിക്ക ചേർത്ത് ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ വെള്ളരിക്കയും അല്ലെങ്കിൽ പച്ചക്കൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് മോര് ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. ഞാൻ കഞ്ഞിയും പയറുമാണ് ഇന്ന് കഴിക്കുന്നത്. അപ്പോൾ അതിലേക്കാണ് മോരുകറി ചേർത്ത് കഴിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ തേങ്ങ അരയ്ക്കാത്ത ബാച്ചിലേഴ്സ് മോരുകറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഓർക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം.